ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുപേട്ടൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല. എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ എന്താ കാരണം? നിങ്ങൾ ആരും ഇപ്പൊ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണമുണ്ട്, പക്ഷെ അതെന്താന്ന് പിന്നീട് ഞാൻ നിങ്ങളോട് പറയാം. എന്താ ഇത്? നീ ഇത് എന്തായി കാണിക്കുന്നേ? ആര് പറഞ്ഞിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? സച്ചി പറഞ്ഞോ കുഞ്ഞിനെ അടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലേ. നിങ്ങൾ ആരും ഇങ്ങനെ ബഹളം വെക്കണ്ട. ഞാൻ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി പോവൊന്നല്ലോ. പിന്നെ അങ്ങോട്ട് ചെല്ലാൻ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ ഇഷ്ടത്തിനാ. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ താല്പര്യമില്ല. എടി, ഇവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രം നീ പോയാ മതി. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മയും ഭർത്താവും വീട്ടുകാരും വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങല്ലേ. എനിക്ക് തൽക്കാലം അങ്ങനെ ഒരു ചടങ്ങ് വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. കേട്ടോ, അതിനുള്ള കാരണം എന്താ? ഇവിടെ നിനക്ക് എന്താ ഒരു കുറവ്? നിന്റെ എന്തെങ്കിലും കാര്യത്തില് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടോ? ഏട്ടാ, അതൊന്നും അല്ല കാര്യം. അർച്ചനെ, നീ ഒന്ന് പറയുന്ന കേക്ക്. നിന്റെ ആരോഗ്യം ഇതുവരെ നേരെ ആയിട്ടില്ല. ഇൻക്യുബേറ്ററിൽ ഇരുന്ന കുഞ്ഞ ഇത്. നിന്റെയും കുഞ്ഞിന്റെയും കാര്യം കുറച്ചു നാളെ നല്ലതുപോലെ നോക്കിയേ പറ്റൂ. അതിന് നീ ഇവിടെ നിൽക്കുന്നതാ നല്ലത്. നിങ്ങൾ എല്ലാവരും എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എടി, നീ ഇനി എന്ത് പറഞ്ഞാലും 3 മാസം കഴിയാതെ നിന്നെ ഈ പെരക്കത്തുനിന്ന് പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അച്ഛനെങ്കിൽ വരട്ടെ, നിന്റെ അഹങ്കാരത്തിലുള്ള മറുപടി അങ്ങേര് തരും. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ എന്റെ അഹങ്കാരമൊന്നും അല്ല ഇത്. പിന്നെ പിന്നെ ഇതെന്താടി? ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിത് ചെയ്യുവോടി? മര്യാദക്ക് നീ കേറി പോകുന്നുണ്ടോ? ഓ, പോകാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവള്. അമ്മ, ഞാനൊരു കൊച്ചുകുട്ടിയൊന്നും അല്ല. ഒരു കുഞ്ഞിന്റെ അമ്മയാ. അതുകൊണ്ട് ഒരു ഭാര്യയാ, ഒരു വീടിന്റെ മരുമകളാ. എനിക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം. ഇപ്പൊ ഞാൻ പോകേണ്ടത് എന്റെ മാത്രം ആവശ്യമാണ്. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങളോട് എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല. എടാ, നീ നിന്റെ അച്ഛനും കൂടെ ഇവളെ ലാളിച്ച് ഈ പരുവത്തിലാക്കിയത്. ഓ, എന്ത് പറഞ്ഞാലും അതിനൊത്ത തുള്ളാ നിൽക്കും. വേറെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യമാണോ ഇത്? അനൂപേ, നീ സച്ചിയെ വിളിച്ച കാര്യം പറ. എന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കാം അവനോട്. ആരും ഇപ്പൊ സച്ചേനെ ഒന്നും വിളിക്കണ്ട. കേട്ടോ? എന്തായാലും ട്രീറ്റ്മെന്റ് ബാക്കിയൊക്കെ ഞാൻ നെല്ലിശ്ശേരിയിൽ വെച്ച് ചെയ്തോളാം. അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ചു നേരത്തെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്മ കുറച്ചു ദിവസം എന്റെ കൂടെ നെല്ലിശ്ശേരി വന്ന് താമസിക്ക്. ഇവിടെ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്നൊക്കെ അവിടെ വെച്ചും ചെയ്യാലോ. എനിക്ക് സൗകര്യമില്ല. ഞാൻ അവിടെ വന്ന് താമസിച്ചാലേ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? സ്വന്തമായിട്ട് ഓരോന്നങ്ങ് തീരുമാനിക്കുക, എന്നിട്ട് മറ്റുള്ളവർ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഈ പരിപാടി ഇനി ഇവിടെ പറ്റത്തില്ല. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് പോയേ പറ്റൂ. അമ്മേ, ഇവക്ക് ഇത്ര വാശിയാണെങ്കിൽ അവള് പോട്ടെന്നെ. നമ്മൾ എന്തിനാ ഇങ്ങനെ തടയുന്നേ? മോളെ, ശരി, ഞങ്ങൾ ആരും നിന്നെ തടയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണം. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിന്റെ കാരണം എന്താ? അത് ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണമല്ലോ. അനുപേട്ട, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. ദയവ് ചെയ്ത് ഏട്ടനൊരു ടാക്സി വിളിച്ച് എന്നെ അവിടെ കൊണ്ടൊന്ന് വിട്ടു തരണം. ഇല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചതാ, ഞാൻ പോയിക്കോളാം. ഇവിടെ നല്ല അടി കൊടുക്ക വേണ്ടത്.
അനുപേട്ടൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല. എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ എന്താ കാരണം? അത് പറയടി. നിങ്ങൾ ആരും ഇപ്പൊ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണമുണ്ട്, പക്ഷെ അതെന്താന്ന് പിന്നീട് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ എന്നെ അവിടെ കൊണ്ടൊന്ന് വിട്, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് പോവാനെങ്കിലും ഒന്ന് അനുവദിക്കുക. എന്തെങ്കിലും ചെയ്. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, എത്ര പറഞ്ഞിട്ട് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാനാ? ശ്ശെ, എന്തെങ്കിലും ചെയ്. അമ്മേ, ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ കൊണ്ടുവിടാം. പക്ഷേ ഇതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെല്ലാം നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോണം. അതിന് നീ ഞങ്ങളെ ആരെയും കൂട്ടി വിളിക്കരുത്. മീരേ, അമ്മേ നീ റെഡിയോ? നമുക്കിവിടെ കൊണ്ടുവിട്ടിട്ട് വരാം. അമ്മ വരാതെ ഞാൻ വരില്ല. ആദ്യം അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കും. മോളെ, ഏട്ടൻ ഒന്നുകൂടി ചോദിക്കുക, ഇപ്പൊ തന്നെ പോണോ? പോണോ ഏട്ടാ? ഇതെന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ വെറുതെ ഒന്നും പറയില്ല എന്നുള്ളത് ഏട്ടനെ അറിയില്ലേ? എന്റെ കുടുംബം എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാ. അച്ഛാ, ദാ മരുന്ന്. അച്ഛാ, ഉച്ച കഴിഞ്ഞാൽ ഞാൻ വൃന്ദാവനം വരെ ഒന്ന് പോവും. അതെന്തിനാ നീ ഒറ്റയ്ക്ക് പോകുന്നത്? ഒന്നുമില്ല, ചേച്ചിയും മോളെ ഒന്ന് കാണണം. എന്നാ പിന്നെ ഊണ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. ആ ആ കുഞ്ഞുമോളെ കാണാതിരുന്നിട്ട് എനിക്കും മനസ്സിലൊരു വിഷമം. ശരി അച്ഛാ. ആ